ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ രണ്ടാളും രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവാണ്. എന്തിനാ പോണത്? ചെവി വേദന 2 ദിവസമായി പറയണേ. അപ്പം ചെപ്പി കൂടിയിട്ടൊക്കെ ആവാം എന്ന് കരുതണേ. ഏതായാലും നമ്മൾ തൊട്ടടുത്തൊരു ക്ലിനിക്ക് ഉണ്ട്, ലുക്കുമാൻ ഡോക്ടർ ഫീസ് 50 രൂപ. ഡോക്ടറത്തേക്കാണ് ഞാൻ സാധാരണ അവളെ കൊണ്ടുപോകല്. അവളുടെ ചെറിയൊരു പനി കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കൊക്കെ ഡോക്ടറെ മരുന്ന് കുടിക്കുമ്പോഴേക്കും അവൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവാറുണ്ട്. ഇതും തന്നെ അങ്ങോട്ട് പോകണം അല്ലേ. ചായയൊക്കെ കുടിച്ചു അല്ലേ. ഇന്ന് വെള്ളം ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് പോണത്. ഞങ്ങൾ ഡോക്ടറെ കണ്ടു കേട്ടോ. ഒരു മരുന്നാണ് കിട്ടിയത്, നീരിറക്കാന്നാ പറഞ്ഞത്. പിന്നെന്താ ഡോക്ടർ പറഞ്ഞേ? കുറവില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ. പിന്നെ ഇങ്ങനെ നെക്കി നോക്കിയില്ലേ, നെക്കി നോക്കി വേദന ഉണ്ടോന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ വേദന ഇല്ലാന്ന് പറഞ്ഞു. ഈ ലുക്കുമാൻ ഡോക്ടറെ കാര്യം ഞാൻ പറഞ്ഞല്ലേ, 50 രൂപയാണ് അദ്ദേഹത്തിന്റെ ഫീസ്. അതുപോലെ തന്നെ മരുന്ന്. ഇപ്പൊ ഞാൻ ഈ വാങ്ങിയൊരു സിറപ്പ്, ഇതൊരു എന്താ പറയാ 50 രൂപേൻ്റെ തന്നെ ഇതും. അങ്ങനെ നമ്മൾക്ക് ഇവിടെ വരുവാണെങ്കിൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ പനി, ജലദോഷം, കഫക്കെട്ട്, തലവേദന, ചുമ, അങ്ങനത്തെ കേസുകളുണ്ടല്ലോ, അതിനൊക്കെ ഞങ്ങൾ അധികം വരുന്ന ഡോക്ടറാണ് ഈ ഡോക്ടർ. ഡോക്ടർ ഫീസ് 50 ഉള്ളൂ. സാധാരണക്കാരന് എന്തുകൊണ്ടും കഴിയുന്ന ഒരു ഫീസാണ്. പിന്നെ സാറിൻ്റെ മരുന്നുകൾ അതും തന്നെ പാകപ്പെട്ട വില ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളൊരു തലവേദന, പനി എന്നൊക്കെ പറഞ്ഞ് സീരിയസ് ആയിട്ട് പോയാൽ പോലും നമ്മൾക്കൊരു 200 രൂപയ്ക്കുള്ളിൽ ഒതുങ്ങണ മരുന്നേ ഉണ്ടാവുള്ളൂ. ആ മരുന്ന് കുടിച്ചാൽ തന്നെ നമ്മളുടെ പനിയാണെങ്കിലോ കഫക്കെട്ടോ ഒക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഓട്ടോ സ്റ്റാൻഡാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. സ്റ്റാൻഡിൽ വണ്ടിയൊക്കെ പാകമാണ്. ചിന്നു കുറച്ച് മീൻ വാങ്ങുമോ ചോദിച്ചിരുന്നു. കുറച്ച് മീൻ മാർക്കറ്റ് ഉണ്ട് ഇവിടെ, മീനൊക്കെ വാങ്ങിയിട്ട് പോവാം. ഞാൻ ഓടാൻ പോവാട്ടോ, മരുന്ന് കുടിച്ചോണ്ട് കേട്ടോ. മീനുണ്ടോ? കത്തികളാണ് അമ്മേൻ്റെ ഇൻ്റെതൊക്കെ ഉണ്ട് ഇതിൽ. മീനൊക്കെ അതുകൊണ്ടില്ലല്ലോ, ഉള്ളു മറന്നതാണ്. അങ്ങനെയെങ്കിൽ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മളുടെ അടുത്ത പരിപാടിയാണ് ഈ കത്തികളൊക്കെ. ഈ കത്തിപ്പാൻ എടുക്കണം, കൊല്ലപ്പാൻ എടുക്കണം ആളുകൾക്ക് കൊണ്ടുപോയിട്ട് അതൊന്ന് കൊടുക്കണം. എന്നിട്ട് നന്നാക്കി എടുക്കണം. അമ്മ ടൂറിലാണ് അറിയില്ല, അമ്മ ടൂർ അയക്കുകയാണ് കൊടൈക്കനാലിലേക്ക്. അപ്പോൾ ഇന്ന് ഞാനത് കൊടുത്ത് റെഡിയാക്കി കൊണ്ടുവരണം. അല്ലെങ്കിൽ അമ്മ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചീത്തട്ടും. അമ്മ എപ്പോഴും എന്നെ നല്ല ചീത്തൊക്കെ പറയും കേട്ടോ. ആ സൈഡിൽ കാണുന്ന ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഞാൻ റിട്ടേൺ പോന്നപ്പോൾ നമ്മുടെ ഒരു ഹോസ്റ്റലുണ്ട്, വിമൻസ് ഹോസ്റ്റൽ. അപ്പോൾ അവിടുന്ന് ഒരാൾ കയറിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവന്നാക്കി വെച്ചു. അവിടെ സ്റ്റാഫാ തോന്നുന്നു. അപ്പം പിന്നെ ഈ റോട്ടിനാണ് നമ്മളുടെ ഈ കൊല്ലപ്പണി എടുക്കുന്ന ആളുടെ കടയുള്ളത്. അപ്പോൾ അവിടേക്ക് ഇനി ഇവിടുന്ന് പോകാൻ സുഖമാണ്. അവിടെ ബോർഡ് ഉണ്ടോ, കൊല്ലപ്പണി കൊല്ലപ്പണിക്കാരൻ്റെ അടുത്തേക്ക്. അപ്പോഴേക്ക് സമയാവൂലേ? നേരം വൈകുവാ? ഉച്ചയാകുമ്പോ വന്നാൽ മതിയോ? വണ്ടി വിടാണ്. പോയിട്ട് കുറച്ചുകൊണ്ട് വരാം കേട്ടോ. എപ്പോഴാ വരണ്ടോ ചോദിച്ചു. വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കൊണ്ടുപോവാം. പക്ഷെങ്കിൽ അങ്ങനെ ഇരുന്നുണ്ടോ ചോദിച്ചാല് ചിലപ്പോ നേരം വൈകും. നമുക്ക് ആ നേരം ആകുമ്പോ വന്നാൽ മതിയല്ലോ. കാരണം എന്താ വെച്ചാൽ ഇവിടേക്കൊക്കെ ആളുകള് ചില്ലറ ലോക്കൽ പണികളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഒരു ലോക്കൽ കൊടുക്കും, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളതിന്റെ പണി കൊടുക്കും. വിട്ടുരാഗി തരാനാണ് ഒക്കെ, അങ്ങനെ തന്നെ ഉള്ളൂ. ഏതായാലും ഞാൻ നമ്മുടെ ആസാമെന്ന് വാങ്ങിയ കത്തി അത് കൊടുത്തിക്കണം. അതിന്റെ പിടി കളയാതെ ആ പിടി തന്നെ മതിയാറിനാണ്ട കൊടുത്തിക്കണം. അതായത് പ്ലാസ്റ്റിക്കിന്റെ നല്ല പിടിയാണ്, കയ്യിനും വലിയ പരിക്ക് വരാത്ത പിടിയാണ്. അതായത് നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ തയമ്പ് വരില്ല കൈയിന്റെ ഉള്ളനടിയിലൊക്കെ, വിരലിനൊക്കെ ഒരു തോലൊളിയുന്ന സംഭവം, അതിനവിടെ തയമ്പ് വരാന്നാ പറയാ. അപ്പൊ ഈ തയമ്പൊന്നും അത് ഉപയോഗിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ലോക്കൽ കിട്ടിയതാ. ഞാൻ പഠിച്ച എൻ്റെ സ്കൂള്, എൻ്റെ 7ാം ക്ലാസ് ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു. എൻ്റെ 6ാം ക്ലാസ്സൊക്കെ ആ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷേ ആ ബിൽഡിങ്ങൊക്കെ പൊളിച്ചിപ്പോൾ പുതുക്കി പുതിയ ബിൽഡിങ്ങാണ്. പഴയ ബിൽഡിങ്ങിൽ ഇവിടെ ആയിരുന്നു എൻ്റെ 8ാം ക്ലാസ്. അല്ല, ഇവിടെ നമുക്ക് വേറെ ക്ലാസ് എക്സാമൊക്കെയാണ് എഴുതിയത് ഈ ഒരു ബിൽഡിങ്ങിലാണ്. പിന്നെ എൻ്റെ 8ാം ക്ലാസ് ആ ഒരു ബിൽഡിങ്ങിലായിരുന്നു. എൻ്റെ 10ാം ക്ലാസ് 4 ഘട്ടമാണ്
നാലുകെട്ടിൻ്റെ ഉള്ളിലായിരുന്നു എൻ്റെ 10ാം ക്ലാസ്. എന്താ പറയുക, 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ഏരിയ, ഇരിപ്പിട കാര്യങ്ങളൊക്കെ വളരെയധികം പ്രകൃതിയായിട്ട് ഇണങ്ങി കിടക്കുന്ന സ്കൂളാണ്. ഇപ്പോൾ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഓപ്പൺ സ്റ്റേജ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്നും ഓപ്പൺ സ്റ്റേജ് ആയിരുന്നില്ല സത്യം പറഞ്ഞാൽ. അതും തന്നെ ഒരു സ്പെഷ്യൽ ക്ലാസ്സൊക്കെ എടുത്തിരുന്ന ആ ഒരു ടൈപ്പ് ഒരു എന്താ പറയുക സ്റ്റേജ് ആയിരുന്നു. എന്നാൽ സ്റ്റേജ് തന്നെ അന്നൊക്കെ കർട്ടൻ കെട്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ ഈ ഇൻ്റർലോക്ക് പതിക്കൽ, ഈ കട്ട പതിച്ച സംഭവങ്ങൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതിലൊക്കെ മണ്ണായിരുന്നു. ഇതിലൊക്കെ എത്രയോ തവണ മണ്ടിപ്പാഞ്ഞ് വീണിട്ടുണ്ടെന്നറിയാം. അങ്ങനെ അതിഗംഭീരമായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത്. എന്താ പറയുക, ഞാൻ ഒരുപാട് അങ്ങോട്ടേക്ക് കയറിയിട്ട് സ്കൂളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി പഠിച്ചാൽ മതി കുട്ടികൾക്ക്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലടോ. ഇവിടെ ഇതിൻ്റെ 8ാം ക്ലാസ് ഇവിടെ ആയിരുന്നു. ഞങ്ങൾക്ക് 8ാം ക്ലാസ്സുകാർക്ക് എന്താ ക്ലാസ്സിലേക്ക് ചോറ് കൊണ്ടുവന്നില്ല. ഞങ്ങൾ ചോറ് ഇവിടുന്ന് സ്കൂളിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ എന്ത് വേണം, ഒരു പ്ലേറ്റ് കൊണ്ടുവരും. ഞാനാ കൊണ്ടുവരാം പ്ലേറ്റ്. എന്നിട്ട് എൻ്റെ പ്ലേറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 5 പേരൊക്കെ ഉണ്ടാവും. അവിടെ ഈ ഒരു ബാക്കത്തെ ബിൽഡിംഗ് ഉണ്ടല്ലോ, വലുത് ഇത്, അതിൻ്റെ ബാക്കിലായിട്ടാണ് കിച്ചൺ ഉള്ളത്. അപ്പോൾ ഇതിലെങ്ങനെ വരി നിന്നിട്ട് അവിടെ നിന്ന് ചോറൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും പാടെ ഒരു ഭാഗത്തിരുന്ന് ആ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കും. പിന്നെയും പോയി വാങ്ങും. അങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ ചോറ് വാങ്ങിയാലേ എല്ലാവരുടെയും വയറ് നിറയുള്ളൂ. ഭയങ്കര നൊസ്റ്റാൾജിയ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ. ഇത് ടൗണിൽ നിന്ന് ഒരു പയ്യൻ കയറിയിട്ട് അവന് ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് പറയാം കുറച്ച് ടൈം എടുക്കും, നിങ്ങൾ പോയിക്കോളി. വെയിറ്റിംഗ് വല്ല വന്നിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് സ്കൂളൊന്ന് കുറച്ച് നേരം നിങ്ങളെ കാണിക്കാനായി. നേരെ മുന്നിലാണ്. അവിടെ നിന്ന് ലോക്കൽ വിളിച്ചിരിക്കണം. കുറെ നേരമായി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. 3-4 ലോക്കലൊക്കെ പോയി. അപ്പൊ സമയം എന്നൊക്കെ പറയുന്നത് 11:40 ഇവ രണ്ടുപേരൊന്ന് കൊണ്ടാക്കട്ടെ. അത് കിട്ടിയത് നിംസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ. നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. സമയം 1 മണിയായി. ഇന്നത്തെ ദിവസം നമുക്ക് ഇപ്പോഴാണ് ഒരു നല്ലൊരു ട്രിപ്പ് കിട്ടുന്നത്. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് 6 കിലോമീറ്റർ ദൂരത്തേക്കാണ്. 130 രൂപയാണ് വരുന്നത്. തികച്ചും യാദൃശികം. ഇപ്പൊ സമയം 1:36. ഞാൻ നേരത്തെ ട്രിപ്പ് കഴിഞ്ഞ് പോയിട്ട് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് വീണ്ടും എനിക്ക് കിട്ടിയത് നമ്മൾ എവിടേക്കാണോ വന്നത് ആ ഒരു ഭാഗത്തേക്ക് തന്നെ. പക്ഷേങ്കിൽ നേരത്തെ 130 രൂപയുടെ പോയിന്റ് ആണെങ്കിൽ ഇത് 120 രൂപയുടെ പോയിന്റ് ഉള്ളൂ. നേരത്തെ പോയ അത്ര ദൂരം നമുക്ക് പോകേണ്ടി വന്നില്ല. 5 കിലോമീറ്ററും 600 മീറ്ററുമാണ് നമ്മൾ പോയത്. 5 കിലോമീറ്റർ 600 മീറ്ററും പോകണമെങ്കിൽ 122 രൂപയാണ് വരിക. അതൊക്കെ പിന്നെ നമ്മൾ 120 മേടിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെ. അപ്പോൾ എന്താ പറയാ, ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ച സംഭവമാണ്. ഇനി ചിലപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്നുണ്ടാവുള്ളൂ. നോക്കട്ടെ, ചിലപ്പോൾ വീട്ടിലേക്ക്. അങ്ങാടിയിൽ ചെറിയൊരു തിരക്ക് കാണുന്നുണ്ട്, ബ്ലോക്ക്. പിന്നെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വന്നാൽ അതില്ലല്ലോ. വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് നല്ല മഴ പെയ്തു. ഇന്നത്തെ കാലാവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് മഴ പെയ്തു. നമ്മൾ കൊല്ലപ്പണി അടിക്കുന്ന ചേട്ടൻ്റെയൊക്കെ കത്തി വാങ്ങിച്ചിട്ടുണ്ട്. ഓരോ കത്തിയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഒരു മൂർച്ച ഇങ്ങനെ തൊട്ടാണ്ടല്ലോ, മോനെ പൊളി. ഇത് 3 അമ്മൻ്റെ കത്തി, ദിസ് നമ്മുടെ കത്തി. ഇതിനിക്കൊന്ന് എന്താ പറയുക, കറല്ലേ, എൻ്റെ ഒരു കറ ആക്കണതാണ്. അതായത് പ്ലാവിൻ്റെ എന്തോ കറയാക്കിയിട്ടാണ് ഉപയോഗിക്കുകയെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. എന്തായാലും അമ്മ വന്നിട്ട് ഞാൻ ഉപയോഗിക്കുള്ളൂ. എനിക്കപ്പോൾ അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വൃത്താക്കാനാണ്. പിന്നെ അമ്മൻ്റെ കത്തി അമ്മ പിന്നെ ഉഷാറായിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ഈ ഒരു കത്തി കൊണ്ട് നമ്മളന്ന് കഴിഞ്ഞ് മുറിക്കാൻ പോലെ. ഈ കത്തി പുതിയ കത്തി വാങ്ങിയതാണ്. എന്നിട്ടാണ് അത് മുറിയുന്നില്ല. കഴിഞ്ഞ ഭയങ്കര ഇപ്പോൾ ഒരു പവറ്. എന്നാൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അറിയുന്നില്ല. എല്ലാവരും മെസ്സേജ് ഇട്ടിക്കണോ? എന്താ കിടക്കട്ടെ. ഓലൊക്കെ വെറുതെ മെസ്സേജ് ഇട്ടേക്കാരെ. ചോദിന്നോ? ഇപ്പൊ ചെയ്യുക വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. മരുന്ന് കുടിച്ചങ്ങളെ? അപ്പോൾ പോരി. ഇടി വിട്ടു പോര്. മഴയാണ് പെയ്യണേ. അയ്യോ. പിന്നെ ചോറ്റിക്കെന്താ? വെറുതെ അല്ല നെയ്ച്ചു വന്നേ. കേബിൾ പോയില്ലേ? ചോറ്റിക്കെന്താ? മീൻ മത്തിക്കറിയാണ്. മത്തിക്കറിയും കൂട്ടിയിട്ട് ചോറിലിട്ട് ഇറങ്ങും. മിച്ചറുള്ള കളക്ഷനാണ്. 20 10 30 40 50 60 61 62 63 64. അപ്പോൾ 640. ഓക്കെ. അത് മഴക്കാറ് മൂടിയിട്ടേ സിഗ്നൽ വരുന്നില്ല കേട്ടോ. ഓഫ് ആയിക്കളാം. അതിനല്ലേ
640 റുപ്യക്ക് നമ്മൾ ഉച്ചവരെ ഓടിയത്. തിരക്കേടുള്ള അതിഗംഭീരമായിട്ടുള്ള നല്ലൊരു ഓട്ടം. ഉച്ചയ്ക്ക് ശേഷം നല്ല കളി കളിക്കണം. ചോറില്ല ഇറങ്ങുക. ഇന്നലത്തെ മാതിരി ഉറങ്ങാൻ വേണ്ടി പാടില്ല. കറക്റ്റ് 2:30 ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു, കുറച്ചു നേരം ഇരുന്നു, ഒരു 10 മിനിറ്റ് ഇരുന്നു, ഇറങ്ങി. അല്ലാതെ ഇനി ഇന്നലത്തെ പോലെ ആവാൻ വേണ്ടി പറ്റില്ല. മഴയൊന്ന് ചെറുതായിട്ട് പെയ്തു എന്ന് പറഞ്ഞില്ലേ, അതപ്പം തന്നെ ചോർന്നു കേട്ടോ. ഇനിയും പെയ്യും. പെയ്ത് മൂടി കെട്ടി നിൽക്കുക തന്നെയാണ്. പെയ്യത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് ഇനിയും പെയ്യുന്നുണ്ടാവാം. ഞാൻ ആ ഒരു മഴയൊക്കെ ലക്ഷ്യം വെച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് മാത്രല്ല, ഇന്ന് ഇറങ്ങല് നിർബന്ധമാണ്. ചേങ്ങന്മാരെ സമയം എത്ര നിങ്ങൾക്ക്? 5:15. ഈ നേരം വരെ ഞാൻ കാര്യമായ രീതിയിൽ ഷോട്ടുകളൊന്നും കാണിച്ചല്ല. ഒന്ന് ഓട്ടം വളരെ അധികം കുറവായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. കാര്യമായ രീതിയിലൊന്നും കിട്ടിയിട്ടില്ല. ആകെ ഒരു 4-5 ലോക്കലോ എന്തോ ആണ് പോയത്. നാണയം കേട്ടുന്നുണ്ട്, നോക്കണം. എന്തായാലും ഉച്ച വരെ ഓടിയിരുന്ന ഒരു പവറില്ല. ഇപ്പൊ പോലും ഞാൻ വന്നിട്ടുള്ളത് ഒരു 2 കിലോമീറ്റർ ദൂരത്തേക്ക് 40 രൂപയുടെ ട്രിപ്പാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിങ്ങനെ മടങ്ങി പോവാണ്. ഇനി അടുത്തൊരു ഷോട്ട് എടുക്കുമ്പോഴത്തേക്ക്, കാരണം വെച്ചാൽ മണിക്കൂറിൽ ലൈനിക്ക് ബാക്കിൽ കയറിയിട്ട് ഏതാണ്ട് 1 മണിക്കൂർ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഫ്രണ്ടിലെത്തിയിട്ട് ലോക്കൽ കിട്ടുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ഇതുവരെ സംഭവിച്ചത്. ഏതായാലും നോക്കാം നമുക്ക്. ഇപ്പൊ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ്. നല്ല പ്രകാശം, വെയിലിനൊക്കെ നല്ല പ്രകാശമാണ്. അതുപോലെ തന്നെ ചൂടുണ്ട്. ആ മഴന്റെ മട്ടും ഭാവമൊക്കെ പോയി കിട്ടും. പക്ഷെങ്കിൽ ഈ ഒരു നേരത്തൊക്കെ അങ്ങാടിയിൽ എത്രമാനം ആൾക്കാരറിയോ, ധാരാളമായിട്ട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ടൗണിലേക്ക് എന്നുള്ളതാണ്. ഇന്നത്തെ സമയവും ഏതാണ്ടൊക്കെ അവസാനിച്ചിരിക്കുവാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:40. നമ്മൾക്ക് ഇന്ന് കളിയുണ്ട്. ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ എ ടീമിന്റെ കളിയുണ്ട് എന്നുള്ളത്. ബി ടീം നമ്മൾ തോറ്റുപോയി. ഇനി എ ടീം അത് ഇന്നത്തെ കളി കിട്ടുമല്ലേന്ന് അറിയില്ല. ഞാൻ കുറച്ച് ബദാമ് വാങ്ങി. അത് ആര്യന്നെ സാറായിട്ട് തിന്നോണ്ടിരിക്കുകയാണ്. അല്ലേ, അവള് കഴിക്കട്ടെ. അല്ലാന്താ അല്ലാന്താ. സമയം 8:35. 1030 രൂപയ്ക്കാണ് ഓടിയിട്ടുള്ളത്. ഇനി നമ്മൾ കളിക്ക് പോവാണ്. അമ്മ വന്നിട്ടില്ല. അമ്മ കുറച്ച് കഴിയും വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ രണ്ടാളും ചോറൊക്കെ തിന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് കിടക്കുക കേട്ടോ. ചോറ് കഴിഞ്ഞോ? ഓക്കെ. ഞങ്ങൾ കളിക്ക് വന്നിക്കണ്. പക്ഷേ ഞങ്ങൾ ടീം എത്തിയിട്ടില്ല. ഇവിടെ ഞാനും കുഞ്ഞാണി മാത്രമേ ഉള്ളൂ. 2 കളി ഉണ്ടാകും ഒരു ദിവസം. അപ്പൊ ആദ്യത്തെ കളിക്ക് ഞങ്ങൾ കയറണം വേണ്ടെന്ന് അറിയണമെങ്കിൽ തന്നെ ഞങ്ങൾ ടീം വരട്ടെ, എന്നിട്ടേ ടിക്കറ്റ് ഒക്കെ എടുക്കണുള്ളൂ. നമ്മുടെ ഗ്രൗണ്ടൊക്കെ ഫുൾ സജീവമാണ്. ആളുണ്ട്. ജയിക്കൂലേ? ജയിക്കും. ആയിക്കോട്ടെ, നോക്കട്ടെ. അതിനെങ്കിൽ കളി ആരംഭിക്കാൻ വേണ്ടി പോവാണ്. നമ്മളുടെ പ്ലേയേഴ്സ് ഇറങ്ങുകയാണ്. ഇന്നത്തെ കളി എന്താകുമോ എന്തോ. എന്തായാലും കയ്യിൽ കിട്ടട്ടെ. ഓ ഹാപ്പി. കിട്ടൂടാ, കിട്ടും. മോനു ഒന്നും പറഞ്ഞില്ല. എൻ്റെ അയൽവാസിയാണ്, തൊട്ട അയൽവാസിയാണ്, നമ്മളെ അയൽവാസി കീപ്പർ. അതെ. ഗുഡ് പ്ലേ. നമ്മളെ പോസ്റ്റ് കാട്ടി എഡേ കിടക്കണേ. ഫ്രീ മക്കളെ ടെൻഷൻ കയറ്റല്ലേ. ചെറിയൊരു ഗ്യാപ്പിൽ ഗുഡ് പ്ലേ. മോനെ കുഞ്ഞിപ്പ ഒന്നും പറഞ്ഞില്ല. കുഞ്ഞിപ്പില്ലെങ്കിൽ
ഗോളിന്റെ മോനെ മുത്താണ് മുത്താണ്. ഹാഫ് ടൈം ആയിരിക്കുവാണ്. രണ്ട് ടീം ഒന്നും അടിച്ചിട്ടില്ല. നമുക്കൊന്ന് കയറിയിട്ടെ ഞാനാ നമ്മളെ പോസ്റ്റൊക്കെ ഒന്ന് കയറി. കാലക്കടാ ഒന്നേ 0 ഞങ്ങൾ ഈ കളി പരാജയപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിന് ഇങ്ങനെ പറയാനുള്ളൂ. ഞങ്ങളിങ്ങനെ ആൾക്കാരൊക്കെ പോണതേ നല്ല ടിക്കറ്റൊക്കെ കയറിയിരിക്കണം ഇന്നത്തെ ദിവസം. നമ്മളെ കളി കയറാറ് ഒമ്പത് കളി സംഭവമാണ്. അപ്പോൾ ഞങ്ങൾക്ക് എ ടീമും ബി ടീമും ഒക്കെ ഉണ്ടായിരുന്നു, രണ്ടും തോറ്റു. ഉണ്ടോ ഇനി എ ബി സി ഉണ്ടോ? ഇനി ടീം ഇറക്കുന്ന പറഞ്ഞു മണ്ടൊക്കെ തരും ഞങ്ങൾ. ഓ ആരെയൊക്കെ ഉറങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ വലിയ ബിൽഡപ്പൊക്കെ തന്നിട്ട് നമ്മുടെ ടീം തോറ്റിരിക്കുകയാണ്. കളിയാണ്, തോൽവിയും ജയമൊക്കെ ഉണ്ടാവും. പിന്നെ ഓപ്പോസിറ്റ് കളിച്ച ചെക്കന്മാർ നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ വണ്ടൂർ ലക്കന്മാരനാണ്. ഇതും വണ്ടൂർ ലക്കന്മാരാണ്. കളി ഇങ്ങനെയൊക്കെ തന്നെ നമുക്കൊരാവശ്യം ഉണ്ടാവും. ഒരുപാട് കാര്യമില്ല അല്ലേ? ഏതായാലും വീട്ടിലടുത്ത സമയം 11 മണിയായി, 11:20. പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വേണ്ടിയിട്ട് നാളെ വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്.